വളരെ മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു അത്. ചെറുപ്പക്കാരനായ ബറൂക്ക് സ്പിനോസ പതിവ് പോലെ സൂര്യനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സൂര്യൻ സാധാരണയിലധികമായി പ്രകാശിച്ചിരുന്നത് അവന്റെ മനസ്സിൽ കൗതുകമുണർത്തി. അവൻ ചുറ്റിലുമൊന്ന് നോക്കി. സൂര്യപ്രകാശം ഇലകളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. വൃക്ഷങ്ങളുടെ ഇടയിലൂടെ താഴേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ഭംഗി അവൻ കുറേ നേരം നോക്കി നിന്നു. ദൂരെ നിന്നും വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഈ ലോകം എത്ര മനോഹരമാണ്! എത്ര തടസ്സമുണ്ടെങ്കിലും മുന്നിലേക്ക് തന്നെ ഒഴുകുന്ന സുന്ദരമായ നദികൾ, കാറ്റിൽ ആടിയൊലയുന്ന സസ്യജാലങ്ങൾ, ദൂരെ കൂറ്റൻ മലനിരകൾ. അന്നാദ്യമായി അവന്റെ മനസ്സിൽ ആ ചോദ്യം രൂപം കൊണ്ടു. ഇത്രയും മനോഹരമായ ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? അവന്റെ മനസ്സിൽ ഉദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അവൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അവൻ ചുറ്റുമുള്ളവരോട് ഇതേപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ചു. ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. സർവശക്തനും സർവജ്ഞാനിയുമാണ് അദ്ദേഹം. ആ ഉത്തരത്തിന് അവന്റെ സംശയത്തെ ഒരു തരി പോലും കുറയ്ക്കുവാൻ സാധിച്ചില്ല. മറിച്ച് അത് സ്പിനോസയുടെ മനസ്സിൽ പുതിയൊരു ചോദ്യത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ആരാണ് ദൈവം? ദൈവം കാഴ്ചയിൽ നമ്മളെപ്പോലെ തന്നെയാണ്. എന്നാൽ നമ്മളെ അപേക്ഷിച്ച് ദൈവത്തിന് ചില ശക്തികളുണ്ട്. സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണ്. ഇതായിരുന്നു അവന് ലഭിച്ച ആദ്യത്തെ ഉത്തരം. അല്ല, ശരിക്കും ദൈവം എന്നത് ഒരാളല്ല, നിരവധി ദൈവങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ ഘടകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ദൈവമുണ്ട്. കാറ്റിനെ നിയന്ത്രിക്കുവാൻ ഒരു ദൈവം, മഴയെ നിയന്ത്രിക്കുവാൻ മറ്റൊരു ദൈവം, അങ്ങനെ എല്ലാത്തിനും ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ ഉത്തരങ്ങൾക്കൊന്നും അവന്റെ സംശയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഈ കാറ്റിനെയും മഴയെയും കാലാവസ്ഥയും ഒക്കെ നിയന്ത്രിക്കുന്നത് അപൂർവ ശക്തിയുള്ള ഒരു മനുഷ്യനാണോ? ആരാണ് ദൈവം എന്ന ചോദ്യം ലോകത്തിന് അത്ര അപരിചിതമായ ചോദ്യമല്ലായിരുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിനെ കുഴപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. വർഷങ്ങൾക്ക് മുൻപ് കൃഷിക്കാരായിരുന്നു നമ്മുടെ പൂർവികർ. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ അതിൽ നിന്നും മാറി കൃഷി ചെയ്യുവാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിരുന്നുള്ളൂ. കൃഷിയുടെ ആ പുതിയ ലോകം അവർക്ക് അത്ര പരിചിതമല്ലായിരുന്നു. അന്നവർ ഏറെ പണിപ്പെട്ട് നട്ടുവളർത്തിയ വിളയെല്ലാം ഒരു മഹാപ്രളയം തുടച്ചു നീക്കി. വിളകൾ കൂടാതെ തങ്ങളുടെ കുട്ടികളെ പോലും ആ പ്രളയം കൊണ്ടുപോയി. തങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാത്തിനെയും വെള്ളം കൊണ്ടുപോകുന്നത് അവർക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. അന്നാദ്യമായാണ് അവരുടെ മനസ്സിൽ ആ ചോദ്യം പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ ദിവസവും കൃത്യസമയം വെളിച്ചം കൊണ്ടുവരുന്ന സൂര്യൻ, രാത്രി മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തെ രണ്ടായി പിളർത്തുന്ന മിന്നലിന്റെ വെളിച്ചം, തങ്ങളുടെ പ്രതീക്ഷകളെ ഒറ്റ നിമിഷം കൊണ്ട് തുടച്ചു നീക്കുന്ന ഈ മഹാപ്രളയം, ആരാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്? വൈകാതെ തന്നെ അവർക്കതിനുള്ള ഉത്തരം കിട്ടി. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അവരെന്ന് മനസ്സിലാക്കി. നമ്മെ ചുറ്റിപ്പറ്റിയൊരു അദൃശ്യ ശക്തിയുണ്ട്. നാം അതിനെ കോപപ്പെടുത്തിയത് കാരണമാണ് ഈ പ്രളയമുണ്ടായത്. അതിനാൽ നാം ഇനി അതിനെ പിണക്കരുത്. പതിയെ പതിയെ അവർ പ്രളയമുണ്ടാക്കിയ നദിയെ ആരാധിക്കുവാൻ തുടങ്ങി. നദിയെ മാത്രമല്ല, തങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ ശക്തികളെയും അവർ ആരാധിക്കുവാൻ തുടങ്ങി. മണ്ണിനെ ആരാധിക്കുന്നത് കാരണമാണ് അവർക്ക് നല്ല വിളകൾ കിട്ടിയിരുന്നതെന്നവർ വിശ്വസിച്ചു. മഴയെ ആരാധിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുമെന്നവർ വിശ്വസിച്ചു. അങ്ങനെ ആ അദൃശ്യ ശക്തിയെ ആരാധിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. പിന്നീട് ലോകത്തിൽ പല നാഗരികതകളും വളർന്നു വന്നു. ഗ്രീക്ക്, നോർസ് മിത്തോളജികൾ പരിശോധിച്ചാൽ മനുഷ്യനുമായി കൂടുതൽ സാമ്യം തോന്നുന്ന ദൈവസങ്കല്പങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഗ്രീക്കിൽ മിന്നലിനെ നിയന്ത്രിക്കുന്ന ദൈവം സിയൂസ് ആണെങ്കിൽ നോർസ് മിത്തോളജിയിൽ അത് തോർ ആയിരുന്നു. അതേസമയം ഹിന്ദു മിത്തോളജി പ്രകാരം മിന്നലിന്റെ ദേവൻ ഇന്ദ്രനാണ്. ഇങ്ങനെ ഓരോ പ്രദേശത്തും ദൈവമെന്ന സങ്കല്പം അവരവരുടേതായ സംസ്കാരവും സാമൂഹിക പശ്ചാത്തലവും അനുസരിച്ച് പരിണമിച്ചു വന്നു. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശാസ്ത്രമെന്ന മേഖല കൂടുതൽ പുരോഗമിക്കുവാൻ തുടങ്ങി. ടെലിസ്കോപ്പുകൾ പുതിയ ഗ്രഹങ്ങളും ലോകങ്ങളും കാണിച്ചു തന്നു. ലോകത്തിന്റെ പുതിയ ഭൂപടം വരയ്ക്കപ്പെട്ടു. തങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കടലിനപ്പുറമുള്ള പല പല നാടുകളിലേക്ക് മനുഷ്യർ ചെന്നെത്തുവാൻ തുടങ്ങി. പുതിയ വൻകരകളും നാടുകളും കണ്ടെത്തുന്നത്
പുതിയ സംസ്കാരങ്ങളും ദൈവസങ്കല്പങ്ങളും കണ്ടെത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും സഹായിച്ചു. ദൈവം ഇപ്പോഴും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭരണാധികാരിയാണോ? അതോ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെയും ഇക്വേഷനുകളിലൂടെയും പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും സൃഷ്ടിച്ച മറഞ്ഞിരിക്കുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണോ? ദൈവം ആരാണെന്ന സംശയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സ്പിനോസയ്ക്ക് അപ്പോഴും അവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവത്തെ അളക്കുവാൻ വിശ്വാസത്തിനും സാമാന്യ ബുദ്ധിക്കും അപ്പുറം ശാസ്ത്രമെന്ന പുതിയ അളവുകോലുകൂടി അന്ന് ആ കുട്ടിയുടെ മുന്നിലുണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നതിനൊപ്പം സംശയങ്ങൾ അവന്റെ മനസ്സിൽ ഒരു പടുകൂറ്റൻ വൃക്ഷം പോലെ വേരുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവന്റെ സംശയത്തിന് ഉത്തരം ലഭിക്കുവാൻ അന്ന് അവന്റെ മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം പുസ്തകങ്ങളായിരുന്നു. സ്റ്റോയിക്സിന്റെയും അഗസ്റ്റീന്റെയും ഡെക്കാർട്ടെ എന്നീ തത്വചിന്തകന്മാരുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവൻ വായിക്കുവാൻ തുടങ്ങി. ആ പുസ്തകങ്ങളും ലേഖനങ്ങളും അവനെ ഒരു സാങ്കല്പിക ലോകത്തിലെത്തിച്ചു. മുൻപ് കണ്ടിട്ടില്ലെങ്കിലും അവരെയൊക്കെ നല്ല പരിചയമുള്ളതുപോലെ അവന് തോന്നി. എന്നാൽ അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ദൈവമെന്ന ആശയത്തെ കൂടുതൽ സങ്കീർണമാക്കുവാൻ തുടങ്ങി. ശരിക്കും ഇവരിൽ ആര് പറയുന്നതാണ് സത്യം? ഇവയിൽ ഏതാണ് ദൈവത്തിൻ്റെ ശരിക്കുമുള്ള നിർവചനം? അന്ന് സ്പിനോസയുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പം രൂപപ്പെട്ടു. അതുവരെ സമൂഹത്തിലുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളെ പാടെ നിഷേധിക്കുന്ന ഒരു കൺസെപ്റ്റായിരുന്നു അത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും ദൈവമാണ്. എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ദൈവം, അത് ഈ പ്രപഞ്ചം തന്നെയാണ്. നമ്മൾ ഓരോ തവണ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തെ തന്നെയാണ് അനുഭവിക്കുന്നത്. ദൈവം എന്നത് പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. പ്രകൃതിയും ദൈവവും ഒന്ന് തന്നെയാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ മുതൽ നമ്മുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങൾ വരെ എല്ലാം ആ ദൈവത്തിന്റെ ഭാഗമാണ്. എല്ലാ വൃക്ഷങ്ങളും എല്ലാ നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാം ദൈവത്തിന്റെ ഭാഗമാണ്. സ്പിനോസയുടെ അഭിപ്രായപ്രകാരം ദൈവം എന്നത് ആകാശത്തിലിരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രാജാവോ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു മാന്ത്രികനോ അല്ല. ദൈവം ഒരു ഇൻഫിനിറ്റായ പദാർത്ഥമാണ്. അതിൻ്റെ വിവിധ രീതിയിലുള്ള രൂപങ്ങൾ മാത്രമാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നതുമായ എല്ലാ വസ്തുക്കളും. ആ ദൈവത്തെ നിലനിർത്തുവാനും നിയന്ത്രിക്കുവാനും പുറത്തുനിന്ന് ഒരു ശക്തിയുടെയും ആവശ്യമില്ലെന്ന് സ്പിനോസ പറയുന്നു. ആ ദൈവം സ്വയം നിലനിൽക്കുന്നതാണ്. സ്പിനോസയുടെ അഭിപ്രായപ്രകാരം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും കോൺഷ്യസ്നെസ് ഉണ്ട്. എന്നാൽ അതിൻ്റെ അളവ് ഓരോ വസ്തുക്കളെയും അനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും. ഉദാഹരണത്തിന്, ഒരു കല്ലിന് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കാം, എന്നാൽ അത് മനുഷ്യരുടെ കോൺഷ്യസ്നെസ്സിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. പ്രപഞ്ചത്തിന്റെ കോൺഷ്യസ്നെസ് എന്ന ആട്രിബ്യൂട്ടിന്റെ ഭാഗമാണ് സ്നേഹം, അനുകമ്പ, വാത്സല്യം തുടങ്ങിയ മൂല്യങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരൊറ്റ ശക്തിയുടെ ഭാഗമാണെങ്കിൽ ഇത്തരത്തിലുള്ള മൂല്യങ്ങളും എല്ലാവരിലും ഒരുപോലെയായിരിക്കാം. നമ്മുടെയെല്ലാം അടിസ്ഥാന ഭാവം സ്നേഹവും സഹാനുഭൂതിയുമായിരിക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കളുമായോ കുടുംബവുമായോ എപ്പോഴും വെറുപ്പോ ദേഷ്യമോ തോന്നാറില്ല. കാരണം എവിടെയൊക്കെയോ അവരും നമ്മളും ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന ബോധം നമുക്കുണ്ട്. എന്നാൽ നമുക്ക് കുടുംബത്തോടോ ബന്ധുക്കളോടോ തോന്നുന്ന സ്നേഹം അപരിചിതനായ ഒരാളോട് തോന്നണമെന്നില്ല. കാരണം എവിടെയൊക്കെയോ നമ്മളും അവരും വേറെയാണെന്ന ബോധം നമുക്കുണ്ട്. നമ്മളെല്ലാം വേറെ വേറെയാണെന്ന മിഥ്യാധാരണയാണ് മനുഷ്യർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള മാനസിക അന്തരങ്ങൾ ഉണ്ടാകുവാൻ കാരണം. വെറുപ്പ്, ദേഷ്യം, ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തെ തെറ്റായി മനസ്സിലാക്കുന്നത് കാരണമാണ്. നമ്മൾ വെറുക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വസ്തു നമ്മളടങ്ങുന്ന ദൈവത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ വെറുപ്പിനെ കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ സഹായിക്കും.
അങ്ങനെ നാം അടങ്ങുന്ന ദൈവത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ നമുക്ക് വീണ്ടെടുക്കാം. സ്പിനോസ ഇതിനെ ഇന്റലക്ച്വൽ ലവ് ഓഫ് ഗോഡ് എന്നാണ് വിളിച്ചത്. സൂര്യനെ നിയന്ത്രിക്കുന്ന ആ പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ഹൃദയമിടിപ്പും നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നമ്മെ കൂടുതൽ സ്വാതന്ത്ര്യരാക്കും. ദൈവത്തിനെക്കുറിച്ചുള്ള ഈ പുതിയ ആശയം സ്പിനോസ ചുറ്റുമുള്ളവരുമായി പങ്കുവച്ചു. എന്നാൽ അവർക്ക് ഈ പുതിയ നിർവചനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിരുന്നില്ല. 23-ാം വയസ്സിൽ സ്പിനോസയെ തന്റെ സഭയിൽ നിന്നും പുറത്താക്കി. സ്പിനോസ മതത്തിനും ദൈവത്തിനുമെതിരെ സംസാരിക്കുന്നു എന്ന കാരണത്താലാണ് അവനെ പുറത്താക്കിയത്. എന്നാൽ സ്പിനോസ തന്റെ ചിന്തകൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവൻ ദൈവമില്ല എന്നല്ല വാദിച്ചത്, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിനും അപ്പുറമാണ് ദൈവം എന്നാണ് സ്പിനോസ പറയുവാൻ ശ്രമിച്ചത്. പിന്നീട് സ്പിനോസ തന്റെ ജീവിതം ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ചെലവഴിച്ചു. 1677-ൽ സ്പിനോസയ്ക്ക് 44 വയസ്സായിരുന്നപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ സ്പിനോസയുടെ ദൈവത്തെക്കുറിച്ചുള്ള ആശയം സ്പിനോസയ്ക്കൊപ്പം അവസാനിച്ചിട്ടില്ലായിരുന്നു. മരിക്കുന്നതിനു മുൻപ് സ്പിനോസ ട്രാക്റ്റേറ്റസ് തിയോളജിക്കോ പൊളിറ്റിക്കസ് എത്തിക്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചു. പിന്നീട് വന്ന വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടി. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ദൈവത്തിൽ വിശ്വസിക്കുന്നോ എന്ന ചോദ്യത്തിന് ഞാൻ സ്പിനോസയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് മറുപടി നൽകിയത്. ആൽബർട്ട് ഐൻസ്റ്റീനിനെ പോലെ നിരവധി ശാസ്ത്രജ്ഞന്മാർ സ്പിനോസയുടെ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ദൈവത്തെപ്പറ്റി ലോകത്താദ്യമായി പറഞ്ഞത് സ്പിനോസയായിരുന്നു. അതോ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെയോ മനുഷ്യരുടെയോ ചിന്തയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയം കടന്നു വന്നിട്ടുണ്ടായിരുന്നു? നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഉപനിഷത്തുകളിലും സമാനമായ ഒരു ആശയം കാണുവാൻ കഴിയും. ഈ സങ്കല്പത്തെ ബ്രഹ്മം എന്നാണ് ഉപനിഷത്തുകളിൽ പറയുന്നത്. ബ്രഹ്മം എന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലൂടെയും ഒഴുകുന്ന ദൈവികമായ ഒരു ശക്തിയാണ്. അതിന് പ്രത്യേകമായ ഒരു രൂപമോ നിറമോ ഇല്ല. ഞാനും നിങ്ങളും കടലും കല്ലുകളും തുടങ്ങി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. ലോകത്തിലുള്ളതെല്ലാം അതേ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മത്തിൽ അത് നിലനിൽക്കുന്നു. ശേഷം അതേ ബ്രഹ്മത്തിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്നു. സ്പിനോസ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലൂടെ ഒഴുകുന്ന അതേ ശക്തി തന്നെയാണ് നമ്മളിലൂടെയും ഒഴുകുന്നത്. തത്വമസി അഥവാ ആത്മാവും ബ്രഹ്മാവും ഒന്നാണെന്ന സത്യം മനസ്സിലാക്കുക. ധ്യാനത്തിലൂടെയും പ്രപഞ്ചത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിലൂടെയും നമ്മൾ കൂടുതൽ മൂല്യമുള്ളവരാകുന്നു. സ്പിനോസയെയും ഉപനിഷത്തുകളെയും പോലെ മറ്റൊരു മനസ്സിലും സമാനമായ ഒരു ദൈവത്തിന്റെ രൂപമുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ആത്മീയ വിഭാഗമായ സൂഫിസത്തിലും സമാനമായ ഒരു സങ്കല്പം കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ദൈവം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന സങ്കല്പമാണ് അവർ പങ്കുവയ്ക്കുന്നത്. മറ്റെല്ലാം ആ ദൈവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ആ ദൈവത്തിൽ എത്തിച്ചേരുക എന്നതാണ്. വഹദ് അൽ വുജ്റദ് അഥവാ യൂണിറ്റി ഓഫ് ബീയിങ്സ് എന്നത് സൂഫിസത്തിലെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഈ ആശയപ്രകാരം ദൈവം എന്നത് മാത്രമാണ് നിലനിൽക്കുന്ന ഒരേ ഒരു സത്യം. പ്രപഞ്ചവും മനുഷ്യനും പ്രകൃതിയുമെല്ലാം ആ ദൈവത്തിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. മനുഷ്യരായ നാം ചെയ്യേണ്ടത് നമുക്കുള്ളിലെ ആ ദൈവിക അംശം യാതൊരു മാലിന്യവും കലരാതെ സംരക്ഷിക്കുകയും തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അറിവിലൂടെയും സൂഫി സംഗീതങ്ങളിലൂടെയും നമുക്ക് ആ ദൈവത്തെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മളിലുള്ള ദൈവസാന്നിധ്യം മറ്റുള്ളവരിലും ഉണ്ടെന്ന സത്യം മറന്നുപോകുന്നത് കാരണമാണ് വെറുപ്പും ഭയവും എല്ലാം ഉണ്ടാകുന്നതെന്ന് സൂഫിസത്തിൽ പറയുന്നു. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തേക്കാൾ വലിയ അത്ഭുതം വേറെയില്ല. നമുക്ക് ഇന്നും പിടിതരാത്ത നിരവധി നിഗൂഢതകൾ പ്രപഞ്ചത്തിൽ ഇപ്പോഴുമുണ്ട്. ജീവൻ എങ്ങനെ ഉത്ഭവിച്ചു? പരിണാമം എങ്ങനെയാണ് ശരിക്കും നടന്നത്? കോൺഷ്യസ്നസ് അഥവാ ബോധം എന്നത് എന്താണ്? പ്രകാശവർഷങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിൽ എന്താണ് നടക്കുന്നത്? നാനോമീറ്ററുകൾക്കും താഴെയുള്ള ക്വാണ്ടം വേൾഡിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രപഞ്ചം കൃത്യമായ മാത്തമാറ്റിക്കൽ നിയമങ്ങളും പാറ്റേണുകളും അനുസരിക്കുന്നത്? യാതൊരു പാളിച്ചകളുമില്ലാതെ
ഈ പ്രപഞ്ചം എങ്ങനെ ഇത്ര കൃത്യമായി ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടു? ഒന്നും നമുക്കറിയില്ല. പക്ഷേ സ്പിനോസയും സൂഫി സന്യാസിമാരും ഉപനിഷത്തുകളും പറഞ്ഞ ദൈവസങ്കല്പം ഒന്നാണെങ്കിൽ, നമ്മൾ തേടിക്കൊണ്ടിരുന്ന, നമുക്കിനിയും പിടിതരാത്ത ആ ദൈവം ശരിക്കും ഞാനും നിങ്ങളും തന്നെയാണോ?